എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി. ഇന്ന് OTT റിലീസായതും ഇനി റിലീസാകാൻ പോകുന്ന മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമാണ് കറക്കം. ഒരു ലോഡ്ജിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ ഉണ്ടാകുന്ന അടിപിടിക്ക് ശേഷം ധനുഷും കാജായും ചേർന്ന് പേടിച്ചോടുന്നത് തൊട്ടടുത്തുള്ള ഒരു പള്ളി സെമിത്തേരിയിലേക്കാണ്. മദ്യലഹരിയിൽ ഇവർ 5 കുരിശുകൾ മണ്ണിൽ നിന്ന് വലിച്ചൂരുന്നു. ഇതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്കു, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് പ്രൊജക്ട് ഹെയിൽ മേരി. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ വിപത്തിൽ നിന്നും ശാസ്ത്രീയമായ അറിവുകൾ ഉപയോഗിച്ച് രക്ഷ നേടാൻ ശ്രമിക്കുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഭൂമിയിലെ സൂര്യന്റെ ഊർജ്ജം അതിവേഗം കുറഞ്ഞു വരികയും ഇതിന് കാരണക്കാരായ അന്യഗ്രഹത്തിലെ സൂക്ഷ്മജീവികളായ ആസ്ട്രാഫേജ് എന്ന് വിളിക്കുന്ന ഈ ജീവികൾ മനുഷ്യകുലത്തിന് നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്കു ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ബാൾട്ടി സോണി ലിവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. കേരള, തമിഴ്നാട് അതിർത്തിയിലാണ് കഥ നടക്കുന്നത്. കബഡിക്കളിയും ഗുണ്ടാസംഘങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട കഥയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലിവ് ആണ്. ജൂലൈ മാസം 10-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹോളിവുഡ് മൂവിയാണ് 72 Hours. പ്രശസ്ത കോമഡി താരം കെവിൻ ഹാർട്ട് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു കോമഡി മൂവിയാണ് 72 Hours. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 24 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി ജനപ്രിയ ഫാമിലി കോമഡി ചിത്രമാണ് ദാദി കി ഷാദി. നീതു കപൂർ, കപിൽ ശർമ്മ, ആർ ശരത് കുമാർ എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഭർത്താവിന്റെ മരണശേഷം ഷിംലയിൽ ഏകാന്തമായ ജീവൻ നയിക്കുന്ന മുത്തശ്ശിയാണ് കഥാനായിക. ഈ ഏകാന്തതയിൽ നിന്നും മോചനം നേടാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും മുത്തശ്ശി അറിയാതെ തന്റെ വിവാഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇതോടെ അവളുടെ കൊച്ചുമകളുടെ വിവാഹ നിശ്ചയത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഇതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ നർമ്മത്തിൽ ചാലിച്ച ഹൃദയസ്പർശിയായ ചിത്രം ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അതൊരു മലയാളം മൂവിയാണ് കാട്ടാളൻ. പോൾ ജോർജ് എഴുതി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. തെന്നിന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ്, തുഷാര വിജയൻ ഇവരെ കൂടാതെ ജഗദീഷ് സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ജൂലൈ മാസം പകുതിക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു ദക്ഷിണ കൊറിയൻ വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ആകെ 8 എപ്പിസോഡുകളുള്ള ഒരു ഡാർക്ക് ഫാന്റസി വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ഒരു സാങ്കല്പിക ചരിത്ര പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണിത്. ഒരു കൊട്ടാരത്തിലെ രാജകുമാരന് ക്രൂരമായ ശാപം കിട്ടുകയും അതിനോടനുബന്ധിച്ച് കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ഭീതിജനകമായ അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 17 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ രാജ്കുമാർ ഹിറാനി നിർമ്മിച്ച ഒരു പുതിയ സൈബർ ക്രൈം കോമഡി ഡ്രാമ വെബ് സീരീസ് ആണ് പ്രിതം ആൻഡ് പെഡ്രോ. ഗോവയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. തികച്ചും വ്യത്യസ്തരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ഒരു കേസ് അന്വേഷിക്കേണ്ടി വരുന്നതാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. അവിനാഷ് അരുൺ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർഷാദ് വാർസി, വിക്രാന്ത് മാസി, വീർ ഹിറാനി, ബൊമ്മൻ ഇറാനി, മോന സിംഗ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സഞ്ജയ് ദത്ത് അതിഥിവേഷത്തെത്തുന്ന ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി, തമിഴ്, തെലുങ്കു, മലയാളം, മറാത്തി എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം മൂവി മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ നെസ്ലിനെ കൂടാതെ ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ഗോപിക രമേശ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അതൊരു മലയാളം വെബ് സീരീസ് ആണ് മുത്തശ്ശി. പുരാതനമായ ആചാരങ്ങളും ശാപങ്ങളും നിറഞ്ഞ ഈ ഗ്രാമത്തിൽ മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ഈ മലയാളം ഒറിജിനൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് C5 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു ഹിന്ദി മൂവിയാണ് പതി പത്നി ഓർ വോദോ. മെയ് മാസം 15 റിലീസ് ചെയ്ത ഈ കോമഡി മൂവിയിൽ ആയുഷ്മാൻ ഖുറാന, വാമിക ഗപ്പി, സാറ അലി ഖാൻ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 10-ാം തീയതി OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.